പ്ലാസ്റ്റിക് മാലിന്യം അലക്ഷ്യമായി വലിച്ചെറിയുന്നവരോട് അരുത് എന്ന് നടന്നു പറയുന്ന തിരക്കിലാണ് പത്മജൻ. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ കാൽനടയായിട്ടാണ് ഈ പ്രകൃതി സ്നേഹിയുടെ ബോധവൽക്കരണം. ജീവിതത്തിലെ പ്രധാന ഉപയോഗ വസ്തുവായി പ്ലാസ്റ്റിക് മാറിയെങ്കിലും അടുത്ത തലമുറയ്ക്കെങ്കിലും പ്രകൃതിയെ ശുദ്ധമായി നൽകണമെന്ന സന്ദേശം കൈമാറലാണ് ഈ നടത്തത്തിലൂടെ പത്മജൻ ലക്ഷ്യമിടുന്നത്. നമുക്കറിയാം, പ്ലാസ്റ്റിക് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ആയെങ്കിലും പ്രകൃതിയിലേക്ക് വലിച്ചെറിയാതിരിക്കാനുള്ള ഒരു മനസ്സ് ഉണ്ടാക്കാനാണ് എൻ്റെ ഈ സന്ദേശയാത്ര ആരംഭിച്ചിരിക്കുന്നത്. അതിനായി എല്ലാവരും ഈ ഒരു സന്ദേശം ഏറ്റെടുത്ത് വരും തലമുറയുടെ ഭാവിക്ക് വേണ്ടിയെങ്കിലും നമുക്കത് നടപ്പിലാക്കണം. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നടന്ന് ബോധവൽക്കരണം നടത്തുകയാണ് ഈ യുവാവ്. കൊല്ലം ജില്ലാ മിഷന്റെയും കുട്ടിയം ക്ലബിന്റെയും പത്മശ്രീ മണിക് ഫാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യോഗ്രാഫിയുടെയും സഹകരണത്തോടെയാണ് കൊല്ലം സ്വദേശിയായ സാമൂഹിക പ്രവർത്തകനായ പത്മജന്റെ ബോധവൽക്കരണ കാൽനട യാത്ര. മെയ് 16 കാസർഗോഡ് നിന്ന് ആരംഭിച്ച യാത്ര 9 ദിവസം പിന്നിട്ട് കുന്നംകുളം പാറയമ്പാടത്തെത്തിയപ്പോൾ പത്മജനെ ആറി ടെക്മാനിയ റൈഡിംഗ് ക്ലബിന്റെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി. പോർക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ രാമകൃഷ്ണൻ പൊന്നാട അണിയിച്ചു. നിരവധി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ക്ലബ്ബുകളിലുമെത്തി പത്മജൻ സംവദിക്കുകയും പ്ലാസ്റ്റിക് മാലിന്യം വലിച്ചെറിയില്ലെന്ന പ്രതിജ്ഞ എടുപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ജൂൺ 5 പരിസ്ഥിതി ദിനത്തിൽ തിരുവനന്തപുരത്താണ് ബോധവൽക്കരണ കാൽനട യാത്രയുടെ സമാപനം. TCV കുന്നംകുളം.